വാം വെൽക്കം എവറി വൺ. ഇന്നത്തെ ഈ വീഡിയോ സെഷനിൽ കംപ്ലീറ്റ്ലി പ്രോബ്ലംസ് ആണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ബേസിക്കലി മോഡ്യൂൾ 4 വരുന്ന സ്കിൻ ഡെപ്ത്, മാക്സ്വെൽസ് ഇക്വേഷൻ, സിമിലർലി പോയിന്റിംഗ് തിയറം, സിമിലർലി പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ്, അറ്റന്യൂഷൻ കോൺസ്റ്റന്റ് റിലേറ്റഡ്ലി വരുന്ന കുറേ പ്രോബ്ലംസ് ആണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. So first question, find the distance a wave has to propagate in a medium having a skin depth of 0.1 meter so that the amplitude of the wave attenuates by 20 dB. സോ ഈ ക്വസ്റ്റ്യനിൽ ഒരു മീഡിയത്തിൽ സ്കിൻ ഡെപ്ത് തരുന്നുണ്ട്, 0.1 മീറ്റർ ആയിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഉള്ള മീഡിയത്തിൽ ഒരു വേവ് 20 dB അറ്റുനേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് ട്രാൻസ്മിറ്റ് അല്ലെങ്കിൽ അത് പ്രൊപ്പഗേറ്റ് ചെയ്യേണ്ട ഡിസ്റ്റൻസ് എത്രയാണെന്നുള്ളതാണ് ഇവാലുവേറ്റ് ചെയ്യാൻ പറയുന്നത്. നമുക്ക് അറിയാം ഈ സ്കിൻ ഡെപ്ത് ഡെൽറ്റ ഈക്വൽ ടു 1/α ആയിട്ടാണ് റിലേറ്റ് ചെയ്യുന്നത്. റൈറ്റ്, ആൽഫ എന്ന് പറയുന്ന അറ്റുനേഷൻ കോൺസ്റ്റൻറ്റുമാണ്. സോ ഇത് കണക്കുള്ളിടങ്ങളിൽ വേവിൻ്റെ പ്രൊപ്പഗേഷൻ എക്സ്പൊണൻഷ്യൽ ഫോമിലാണ് പോകുന്നറിയാം. ഞാൻ ആ പോകുന്ന വേവിൻ്റെ എക്സ്പ്രഷൻ എഴുതുകയാണ്. ഇ ഇസെഡ് ഈക്വൽ ടു E0 e⁻α ഇസെഡ്. ഈ ഇസെഡ് എന്ന് പറയുന്നത് ആ ടിപ്പിക്കൽ വേവിൻ്റെ പ്രൊപ്പഗേഷനാണ്. ഞാനൊരു സർഫസ് എടുത്തു, റൈറ്റ്, ഇതുപോലൊരു സർഫസ് എടുത്തു. അപ്പം ഇസെഡ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ആ സർഫസിൻ്റെ സർഫസിലാണെന്നുള്ളതാണ്. സിമിലർലി അത് വേവ് ഈ സർഫസിൽ നിന്ന് അകത്തോട്ട് പോകുന്നവരും അത് ഫോളിങ് എക്സ്പൊണൻഷ്യലായിട്ടാണ് പോകുന്നത്. ഇവിടെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് ആ വേവ് കറസ്പോണ്ടിംഗ്ലി 20 dB ഫോൾ ചെയ്ത ടൈമിൽ എത്ര ഡിസ്റ്റൻസ് പോയി എന്നുള്ളതാണ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഉള്ളത്. അതായത് ഇസെഡ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഉള്ള പാരാമീറ്റർ. ആൽഫ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആൽഫ എന്ന് പറയുന്നത് സ്കിൻ ഡെപ്ത് ആണ്, റൈറ്റ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് സർഫസിൽ എത്ര ആംപ്ലിറ്റ്യൂഡ് ഉണ്ടെന്നുള്ളത് ചെക്ക് ചെയ്യാം. അത് ഡി ബി സ്കെയിലിൽ ചെക്ക് ചെയ്യാം. കാരണം ഇവിടെ അറ്റുനേറ്റ്സ് ബൈ 20 dB എന്നുള്ളതാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഡി ബി സ്കെയിലാകുമ്പോൾ 20 log, റൈറ്റ്, 20 log E0 e⁻z ഈക്വൽ ടു 0, റൈറ്റ്, അറ്റ് സർഫസിൽ. അപ്പോൾ നമുക്കത് ഒബ്റ്റെയിൻ ചെയ്യുന്നത് 20 log E0. 20 log E0 ആണ് സർഫസിലെ ആംപ്ലിറ്റ്യൂഡ്, റൈറ്റ്. ഇത് ഞാൻ എക്സ്പ്രഷൻ 1 ആയിട്ട് മാർക്ക് ചെയ്തു. സോ ഈ ക്വസ്റ്റ്യനിൽ സർഫസിൽ ഇസെഡ് ഈക്വൽ ടു 0 വാല്യൂ 20 dB ഫോളോ ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത്. സോ നിലവിൽ സർഫസിലുണ്ടായിരുന്നത് 20 log E0 ആണ്. അത് 20 dB ഫോളോ ചെയ്യുന്നു, റൈറ്റ്. ആ ടൈമിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് ആണ്. സോ ആ വേവിൻ്റെ എക്സ്പ്രഷൻ ഇതായിരുന്നു. അതിനെ ഡി ബി സ്കെയിലിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ദാറ്റ് മീൻസ് 20 log E0 e⁻⁻z, റൈറ്റ്. സോ ഈ 20 log E0 e⁻⁻z കൂടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എത്തിക്കുകയാണ്. സോ 20 log E0 by E0 e⁻⁻z ഈക്വൽ ടു 20, റൈറ്റ്. സോ 20 നമുക്ക് ക്യാൻസൽ ചെയ്യാം. ലോഗ് E0 ക്യാൻസൽ ചെയ്യാം. സോ ലോഗ് 1/e⁻⁻z equal to 1, right. So that is log e⁻⁻z equal to 1, right. ഇനി നമുക്ക് രണ്ട് സൈഡിലും ആൻറ്റി ലോഗ് എടുക്കാം. സോ e⁻⁻z ഈക്വൽ ടു ആൻറ്റി ലോഗ് ഓഫ് 1. ആൻറ്റി ലോഗ് ഓഫ് 1 എന്ന് പറയുന്നത് 10 ആണ്. സോ ആൽഫ എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്, സ്കിൻ ഡെപ്തിൻ്റെ ഇൻവേഴ്സ് ആണ്. സോ 1/0.1 ആണ് ആൽഫ എന്ന് പറയുന്നത്. സോ e⁻10z ഈക്വൽ ടു 10 ആയിട്ട് വന്നു, റൈറ്റ്. സോ ഇനി നാച്ചുറൽ ലോഗരിതം എടുക്കണം രണ്ട് സൈഡിലും. സോ 10z, റൈറ്റ്, 10z ഈക്വൽ ടു നാച്ചുറൽ ലോഗരിതം ഓഫ് 10 എന്ന് പറയുന്നത് 2.302 ആണ്. സോ z ഈക്വൽ ടു 2.302/10. സോ ആൻസർ വരുന്നത് 0.2302 മീറ്റേഴ്സ്, റൈറ്റ്, 0.2302 മീറ്റേഴ്സ്. ക്വസ്റ്റ്യൻ വളരെ എളുപ്പമുള്ളതാണ്. വളരെ കുറച്ച് ടൈംസ് മാത്രം തന്നുകൊണ്ട് വർക്കൗട്ട് ചെയ്യാനും പറഞ്ഞതാണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ പോയിന്റിംഗ് തിയറം വെച്ചുകൊണ്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഇവിടെ തരുന്നുണ്ട്. Ex(t) ഈക്വൽ ടു 24π cos ωt മൈനസ് k0 x a/volt per meter. Find the total time averaged power in milliwatt passing through the square area 10 cm into 10 cm on a plane x plus y equal to 1.
റൈറ്റ്. സോ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി തന്നിട്ട് ടൈം ആവറേജ്ഡ് പവർ അതൊരു പർട്ടിക്കുലർ സ്ക്വയർ ഏരിയ മെൻഷൻ ചെയ്യുന്നുണ്ട്, അത് ഇരിക്കുന്ന പ്ലെയിനും ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. റൈറ്റ്. സോ ഇവിടെ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ പോയിൻറ്റിംഗ് തിയറത്തിൻ്റെ എക്സ്പ്രഷൻ എഴുതാം. ആവറേജ് പവർ ഈക്വൽ ടു E0 മോഡ് E0 സ്ക്വയർ ബൈ 2 ഈറ്റ ഇൻറ്റു നോർമൽ കമ്പോണൻറ്റ് AN. റൈറ്റ്. സോ ഇവിടെ E0 എന്ന് പറയുന്നത് 24 പൈ ആണ്. സോ 24 പൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ഈ ക്വസ്റ്റ്യനിൽ വേറെ ഇൻട്രൻസിക് ഇംപെഡൻസിനെ റിലേറ്റ് ചെയ്യുന്ന വേറെ ഒന്നും മെൻഷൻ ചെയ്യുന്നില്ല. സോ അതുകൊണ്ട് തന്നെ ഇത് ഫ്രീ സ്പേസ് ആയിട്ട് നമുക്ക് അസ്യൂം ചെയ്യാം. സോ 2 ഇൻറ്റു 120 പൈ. റൈറ്റ്. 2 ഇൻറ്റു 120 പൈ ഇൻറ്റു എ നോർമൽ. റൈറ്റ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത് 7.53. ഇനി നോർമൽ കമ്പോണൻറ്റ് നമുക്ക് ചെക്ക് ചെയ്യാം. ഇലക്ട്രിക് ഫീൽഡ് കമ്പോണൻ്റ് ഉള്ളത് y ആക്സിസിലാണ്. സോ ആവറേജ് പവർ ഏത് ഡയറക്ഷനിൽ പോകുമെന്ന് അറിയാൻ വേണ്ടി ഞാൻ മുമ്പ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് എക്സ് വൈ ഇസഡ് മാർക്ക് ചെയ്യുക. റൈറ്റ്. ഇതിൽ എക്സ് കമ്പോണൻ്റായിട്ട് ഇലക്ട്രിക് ഫീൽഡ് വരുന്നുണ്ടെങ്കിൽ വൈ കമ്പോണൻ്റായിട്ട് മാഗ്നറ്റിക് ഫീൽഡ് വരികയും ഇസഡ് കമ്പോണൻ്റായിട്ടാണ് ആവറേജ് പവർ വരേണ്ടത്. റൈറ്റ്. അപ്പം ഇനി ഇവിടെ ചെക്ക് ചെയ്യാം. ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് കമ്പോണൻ്റ് ഉള്ളത് വൈയിലാണ്. റൈറ്റ്. സോ ഞാൻ വൈയിൽ നിലവിലുള്ള ഇലക്ട്രിക് ഫീൽഡ് കമ്പോണൻ്റ് മാർക്ക് ചെയ്തു. അതിനോടൊപ്പം ക്വസ്റ്റ്യനിൽ നമ്മൾ -K0x എന്ന് പറയുമ്പം വേവ്, അതായത് പവർ പോകുന്ന ഡയറക്ഷൻ എന്തായാലും +or- x ഡയറക്ഷനാണ്. കാരണം വേവ് പ്രൊപ്പഗേഷൻ നടത്തിയിരിക്കുന്നത് എക്സ് ഡയറക്ഷനിലായിട്ടാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. റൈറ്റ്. അപ്പം ഈ വൈ കോർഡിനേറ്റിലുണ്ട്. സോ എച്ച് ഇസഡ് കോർഡിനേറ്റിലാണെന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. സോ സിമിലർലി വേവ് പ്രൊപ്പഗേഷൻ നടക്കുന്നത് എക്സ് കോർഡിനേറ്റിലുമാണ്. റൈറ്റ്. ഇത് സർക്കുലർ രീതിയിൽ നോക്കിയാൽ മതി. EHP. റൈറ്റ്. അപ്പം ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തന്നെയാണ് നമ്മൾ എക്സ് കോർഡിനേറ്റിൽ എത്തിയിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇത് പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലാണ് ഇത് പ്രൊപ്പഗേഷൻ നടക്കുകയും ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ നോർമൽ കമ്പോണൻ്റ് എന്ന് പറയുന്നത് AX ആയിരിക്കും. റൈറ്റ്. നെക്സ്റ്റ് ഈ ക്വസ്റ്റ്യനിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത് ടോട്ടൽ ടൈം ആവറേജ്ഡ് പവർ പാസിംഗ് ത്രൂ ദ സ്ക്വയർ ഏരിയ. ഒരു സ്ക്വയർ ഏരിയ തന്നിട്ടുണ്ട്. ആ സ്ക്വയർ ഏരിയ ആ പ്ലെയിനും മെൻഷൻ ചെയ്തിട്ടുണ്ട്. x+y = 1 എന്ന് പറഞ്ഞ പ്ലെയിനിൽ 10 സെൻറ്റിമീറ്റർ ഇൻറ്റു 10 സെൻറ്റിമീറ്റർ സ്ക്വയർ ഏരിയയിലൂടെ പോകുന്ന പവറാണ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ളത്. സോ നമുക്ക് പവറിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് P. ഇപ്പോൾ നമുക്ക് കിട്ടിയത് ആവറേജ് പവറാണ്. അതുകൊണ്ട് ടോട്ടൽ ആ ഏരിയക്കകത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. സോ ആവറേജ് പവർ .ds ആണ്. റൈറ്റ്. അപ്പം അതിന് വേണ്ടി DS ഫസ്റ്റ് ഓഫ് ഓൾ ഇവാലുവേറ്റ് ചെയ്യണം. DS എന്ന് പറയുന്നത് ഈ സർഫസിൻ്റെ നോർമലായിട്ട് വരുന്ന കമ്പോണൻ്റ് ആണ്. ദാറ്റ് മീൻസ് നമുക്ക് ഇതിൻ്റെ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ യൂണിറ്റ് വെക്ടർ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. ഇത് കറസ്പോണ്ടിംഗ്ലി ഇതിൻ്റെ യൂണിറ്റ് വെക്ടർ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി എക്സ് കമ്പോണൻ്റ് ആകുമ്പം ഇൻറ്റു 1, ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 1 ആണ്. 1 ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. റൈറ്റ്. ഇപ്പം ഫസ്റ്റ് കമ്പോണൻറ്റിൻ്റെ ആയി. സിമിലർലി നെക്സ്റ്റ് വൈ കമ്പോണൻ്റ് ആണ്. AY.1 ഡിവൈഡഡ് ബൈ ഇത് തന്നെയാണ് റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. ദാറ്റ് മീൻസ് AX പ്ലസ് AY ഡിവൈഡഡ് ബൈ √2 ആണ് ഇതിൻ്റെ നോർമലായിട്ട് വരുന്ന യൂണിറ്റ് വെക്ടർ. റൈറ്റ്. യൂണിറ്റ് വെക്ടർ ഈ മെൻഷൻ ചെയ്തിരിക്കുന്ന പ്ലെയിനിൻ്റെ യൂണിറ്റ് വെക്ടർ. സോ അതിവിടെ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ചെയ്യേണ്ടത്. ദാറ്റ് മീൻസ് ഇൻ്റഗ്രൽ ആവറേജ് പവർ നമുക്കിപ്പോൾ ഒബ്റ്റെയിൻ ചെയ്തിട്ടുണ്ട്. 7.53 AX ഡോട്ട് AX പ്ലസ് AY ബൈ √2 DS. റൈറ്റ്. സോ ദാറ്റ് ഈസ് സർഫസ് ഇൻ്റഗ്രൽ ഓഫ് 7.53 AX ഡോട്ട് AX കമ്പോണൻറ്റ് മാത്രമേ കാണത്തുള്ളൂ. സോ 7.53 ബൈ √2 DS. റൈറ്റ്. ഇനി DS എന്താണ് നമുക്ക് ചെക്ക് ചെയ്യാം. റൈറ്റ്. ഇവിടെ തന്നിരിക്കുന്നത് വേവ് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്ത് പോകുന്ന ഡയറക്ഷൻ എക്സ് ആക്സിസിലാണ്. സോ ഇത് കാരണം ഉണ്ടായിരിക്കുന്ന ഫീൽഡ് വരുന്നത് YZ പ്ലെയിനിലുമായിരിക്കും. റൈറ്റ്. വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന അതേ ആക്സിസിൽ എന്തായാലും ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റഡ് ആവത്തില്ല. വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത എക്സ് ആക്സിസിലാണ്. സോ ഇലക്ട്രിക് ഫീൽഡ് Y ആക്സിസിലും സിമിലർലി മാഗ്നറ്റിക് ഫീൽഡ് Z ആക്സിസിലുമാണ് ഉള്ളത്. സോ അതുകൊണ്ട് തന്നെ DS കമ്പോണൻ്റ് എന്ന് പറയുന്നത് DY/DZ ആയിരിക്കും. റൈറ്റ്. ദാറ്റ് മീൻസ് 7.53 ബൈ √2
ഇനി ഇൻ്റഗ്രേഷൻ ലിമിറ്റ്സ് കൊടുക്കണം. y കമ്പോണൻറ്റും സിമിലർലി z കമ്പോണൻറ്റും. സോ 0 to 10 സെൻറ്റിമീറ്റർ എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ 0 to 0.1, റൈറ്റ്, എഗെയിൻ 0 to 0.1 dy dz, റൈറ്റ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 7.53 ബൈ റൂട്ട് 2. ഡി വൈയുടെ നമുക്ക് ഫസ്റ്റ് ചെക്ക് ചെയ്യാം. ഇത് രണ്ടാണെങ്കിലും ഒന്ന് തന്നെയാണ് വന്നിരിക്കുന്നത്. സോ 7.53 ബൈ റൂട്ട് 2 ഡി വൈനെ ഇൻ്റഗ്രേറ്റ് ചെയ്തപ്പോൾ y കിട്ടി. ലിമിറ്റ്സ് 0 to 0.1 ഇൻറ്റു സിമിലർലി ഇസഡിൻ്റെത് 0 to 0.1. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 7.53 ബൈ റൂട്ട് 2, റൈറ്റ്, 7.53 ബൈ റൂട്ട് 2 ഇൻറ്റു 0.1 ഇൻറ്റു 0.1. സോ അത് നമുക്ക് ആൻസർ വരുന്നത് 53.2 മില്ലി വാട്ടായിട്ട് വരും, റൈറ്റ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ ദ H field, the magnetic field of a plane wave in free space is given as x 5 root 3 eta naught cos omega minus beta plus 5y eta naught sin omega minus beta z plus pi by 2. Find the time average power flow density in watts, right? സോ നമുക്കറിയാം പോയിൻറ്റിങ്സ് തിയറം വെച്ചിട്ട് ആവറേജ് പവർ ഈക്വൽ ടു ഇ സ്ക്വയർ ബൈ 2 ഈറ്റ നോട്ട്, റൈറ്റ്. ആവറേജ് പവറാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. ഇനി അതിനോടൊപ്പം തന്നെ നമുക്കറിയാം ഈറ്റ ഈക്വൽ ടു ഇ ബൈ എച്ച് ആയിട്ടും അറിയാം, റൈറ്റ്. ഈറ്റ ഈക്വൽ ടു ഇ ബൈ എച്ച്. സോ ഇവിടെ തന്നിരിക്കുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അല്ല, മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയാണ്. അപ്പം നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയിൽ പവറിൻ്റെ എക്സ്പ്രഷൻ എഴുതുകയാണ് വേണ്ടത്. സോ ഇതിൽ നിന്ന് ഇ ഈക്വൽ ടു ഈറ്റ എച്ച് ആണ്. സോ പി ഈക്വൽ ടു, റൈറ്റ്, ഇതിൽ നിന്ന് ഇ ഈക്വൽ ടു ഈറ്റ എച്ച് ഇട്ട് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സോ പി ഈക്വൽ ടു ഈറ്റ സ്ക്വയർ എച്ച് സ്ക്വയർ ബൈ 2 ഈറ്റ, റൈറ്റ്. ദാറ്റ് മീൻസ് ഈറ്റ എച്ച് സ്ക്വയർ ബൈ 2. ഇത് ഫ്രീ സ്പേസിന് മെൻഷൻ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഈറ്റ നോട്ട് യൂസ് ചെയ്തു, റൈറ്റ്. അപ്പം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എച്ച് ആണ്. എച്ച് എന്ന് പറയുന്നത് ഇവിടെ തരുന്നുണ്ട്. ഇവിടെ 2 കമ്പോണൻസ് ഉണ്ട്. എച്ചിന് തന്നെ 2 കമ്പോണൻസ് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഇത് കറസ്പോണ്ടിങ്ലി എക്സ് കമ്പോണൻറ്റും വൈ കമ്പോണൻറ്റും ആണ്. സോ എച്ച് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് കമ്പോണൻറ്റ് പ്ലസ് വൈ കമ്പോണൻറ്റിൻ്റെ സ്ക്വയേഴ്സ്. ദാറ്റ് മീൻസ് എക്സ്, അതായത് 5 റൂട്ട് 3 ഈറ്റ നോട്ട് സ്ക്വയർ പ്ലസ് 5 ബൈ ഈറ്റ നോട്ട് സ്ക്വയർ, അതിൻ്റെ സ്ക്വയർ റൂട്ട്, റൈറ്റ്. അപ്പോൾ ഇതിൽ 5 ബൈ ഈറ്റ നോട്ട് എനിക്ക് ഈ ബ്രാക്കറ്റ്സിന് ഔട്ട് സൈഡായിട്ട് എടുക്കാം. പിന്നെ സ്ക്വയർ റൂട്ടിനകത്ത് 3 സ്ക്വയർ റൂട്ട് 3 സ്ക്വയർ, സോ 3 പ്ലസ് 1, റൈറ്റ്. സോ ദാറ്റ് ഈസ് 5 ബൈ ഈറ്റ നോട്ട് റൂട്ട് 4 എന്ന് പറഞ്ഞാൽ 2 ആണ്. സോ 10 ബൈ ഈറ്റ നോട്ടായിട്ട് എച്ച് കിട്ടി. സോ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. പി ഈക്വൽ ടു ഈറ്റ നോട്ട്, ഇപ്പം നമുക്ക് എച്ച് കിട്ടിയത് 10 ബൈ ഈറ്റ നോട്ട് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2. സോ ദാറ്റ് മീൻസ് ഈറ്റ നോട്ട് ഇൻറ്റു 10 സ്ക്വയർ ഈസ് 100 ഡിവൈഡഡ് ബൈ ഈറ്റ നോട്ട് സ്ക്വയർ ഇൻറ്റു 2. ദാറ്റ് മീൻസ് 100 by 2 is 50 by eta naught. So that is equal to 0.13269 watt at voltage. So next question like poem. If the electric field intensity E Z of t equal to 10 cos 2 pi into 10 raised to 7t minus 0.1 pi Z volt per meter in a perfect dielectric. Find the velocity of the traveling wave. Right. സോ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി തന്നിട്ടുണ്ട്. അത് ഒരു പെർഫെക്റ്റ് ഡൈഇലക്ട്രിക്കിലാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതും മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ വെലോസിറ്റി എത്രയാണെന്നാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത്. വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണിത്. ഈ തന്നിരിക്കുന്ന വേവിൽ നിന്ന് ഒമേഗ ഈക്വൽ ടു 2 പൈ ഇൻറ്റു 10⁻⁷ ആണ്, റൈറ്റ്. ഒമേഗ ടി എന്നുള്ളതാണ് എക്സ്പ്രഷൻ. സിമിലർലി ബീറ്റ തരുന്നുണ്ട്. ബീറ്റ ഫേസ് കോൺസ്റ്റൻറ്റ് ഈക്വൽ ടു 0.1 പൈ, റൈറ്റ്. നമുക്കറിയാം ഫേസ് വെലോസിറ്റി അല്ലെങ്കിൽ വെലോസിറ്റി ഈക്വൽ ടു ഒമേഗ ബൈ ബീറ്റയാണ്. സോ ജസ്റ്റ് ഡിവിഷൻ ചെയ്താൽ മതി. 2 പൈ ഇൻറ്റു 10⁻⁷
ഡിവൈഡഡ് ബൈ ബീറ്റ. ബീറ്റ എന്ന് പറയുന്നത് 0.1 സോ നമുക്ക് ഒപ്റ്റെയിൻ ചെയ്യുന്നത് 2 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് ഒപ്റ്റെയിൻ ചെയ്യും. റൈറ്റ്. So next question, distilled water at 25 degrees Celsius is characterized by conductivity sigma equal to 1.7 × 10⁻⁴ mho per meter and epsilon equal to 78 epsilon naught at 3 GHz frequency. Find the loss tangent. So loss tangent എന്ന് പറയുന്നത് സിഗ്മ ബൈ ഒമേഗ എപ്സിലോൺ ആണ്. അത് ബേസിക്കലി കണ്ടക്ഷൻ കറണ്ട് ഡിവൈഡഡ് ബൈ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ആണ്. സിഗ്മ ഇവിടെ ക്വസ്റ്റിന് തന്നിട്ടുണ്ട് 1.7 × 10⁻⁴ ഡിവൈഡഡ് ബൈ ഒമേഗ എപ്സിലോൺ. റൈറ്റ്. ഒമേഗ 2π ഇൻറ്റു ഫ്രീക്വൻസി മെൻഷൻ ചെയ്തിട്ടുണ്ട് 3 GHz. സോ 3 × 10⁹ ഇൻറ്റു എപ്സിലോണും മെൻഷൻ ചെയ്തിട്ടുണ്ട് 78 ഇൻറ്റു എപ്സിലോൺ നോട്ട്, ദാറ്റ് ഈസ് 8.854 × 10⁻⁻². സോ ഇത് സോൾവ് ചെയ്യുമ്പം നമുക്ക് ലോസ് ടാൻജൻറ്റ് ഒപ്റ്റെയിൻ ചെയ്യുന്നത് 1.3 × 10⁻⁵ ആയിട്ട് ഒപ്റ്റെയിൻ ചെയ്യും. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ എ മെറ്റീരിയൽ ഹാസ് കണ്ടക്ടിവിറ്റി ഓഫ് 10⁻² mho per meter and a relative permittivity as 4. Find the frequency at which the conduction current in the medium is equal to the displacement current. റൈറ്റ്. സോ കണ്ടക്ഷൻ കറണ്ട് എക്സ്പ്രഷൻ അറിയാം സിഗ്മ ഇ, ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് എക്സ്പ്രഷൻ അറിയാം ജെ ഒമേഗ എപ്സിലോൺ ഇ. റൈറ്റ്. ഫ്രീക്വൻസിയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത്, അതുകൊണ്ട് ഇതിൻ്റെ മോഡ് വാല്യൂ എടുക്കണം. റൈറ്റ്. സോ ഇതിൽ നിന്ന് സിഗ്മ ഇയും ഇയും നമുക്ക് ക്യാൻസൽ ചെയ്യാം. സോ സിഗ്മ ഈക്വൽ ടു ഒമേഗ എപ്സിലോൺ. റൈറ്റ്. ദാറ്റ് ഈസ് സിഗ്മ ഈക്വൽ ടു 2πf എപ്സിലോൺ. സോ ഫ്രീക്വൻസിയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത്, ദാറ്റ് മീൻസ് സിഗ്മ ബൈ 2π എപ്സിലോൺ. റൈറ്റ്. സോ സിഗ്മ ഇവിടെ നമുക്ക് തരുന്നത് 10⁻². റൈറ്റ്. 10⁻² ഡിവൈഡഡ് ബൈ 2π ഇൻറ്റു എപ്സിലോൺ ആർ 4 ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. എപ്സിലോൺ നോട്ട് എന്ന് പറയുന്നത് 8.854 × 10⁻12. റൈറ്റ്. സോ അത് നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ ഒപ്റ്റെയിൻ ചെയ്യുന്നത് 45 MHz ആയിട്ട് വരും. സോ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, എ പ്ലെയിൻ വേവ് പ്രൊപ്പഗേറ്റിംഗ് ത്രൂ എ മീഡിയം വിത്ത് എപ്സിലോൺ ആർ ഈക്വൽ ടു 8, മ്യൂ ആർ ഈക്വൽ ടു 2 ആൻഡ് കണ്ടക്ടിവിറ്റി സിഗ്മ ഈക്വൽ ടു 0 ഹാസ് ഇറ്റ്സ് ഇലക്ട്രിക് ഫീൽഡ് ഗീവൺ ബൈ ഇ ഈക്വൽ ടു 0.5 സൈൻ 10⁻80 ബീറ്റ ഇസഡ് വോൾട്ട് പെർ മീറ്റർ. ഫൈൻഡ് ദ വേവ് ഇംപിഡൻസ്. റൈറ്റ്. സോ വേവ് ഇംപിഡൻസ് തന്നെയാണ് ഇൻട്രൻസിക് ഇംപിഡൻസ്, ദാറ്റ് ഈസ് ഈറ്റ ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ജെ ഒമേഗ മ്യൂ ബൈ സിഗ്മ പ്ലസ് ജെ ഒമേഗ എപ്സിലോൺ. എല്ലാ വാല്യൂസും ഇവിടെ തന്നിട്ടുണ്ട്. സിഗ്മ 0 ആണ്. സോ ജെ ഒമേഗ ക്യാൻസൽ ആവുന്നു, മ്യൂ ബൈ എപ്സിലോൺ ആയി. ദാറ്റ് മീൻസ് മ്യൂ എന്ന് പറയുന്നത് മ്യൂ നോട്ട് മ്യൂ ആർ, എപ്സിലോൺ എന്ന് പറയുന്നത് എപ്സിലോൺ നോട്ട് എപ്സിലോൺ ആർ ആണ്. റൂട്ട് ഓഫ് മ്യൂ നോട്ട് ബൈ എപ്സിലോൺ നോട്ട് ഇൻറ്റു റൂട്ട് ഓഫ് മ്യൂ ആർ ബൈ എപ്സിലോൺ ആർ. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് മ്യൂ നോട്ട് ബൈ എപ്സിലോൺ നോട്ട് എന്ന് പറയുന്നത് 120π ആണ്, ഈറ്റ നോട്ടാണത്, ഇൻറ്റു റൂട്ട് ഓഫ് മ്യൂ ആർ എന്ന് പറയുന്നത് 2ഉം എപ്സിലോൺ ആർ എന്ന് പറയുന്നത് 8ഉം. ദാറ്റ് മീൻസ് 120π ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 4, ദാറ്റ് ഈസ് 2. സോ ആൻസർ എന്ന് പറയുന്നത് 60π ആയിട്ട് ഒപ്റ്റെയിൻ ചെയ്യും. സോ ഈ ട്യൂട്ടോറിയലിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണിത്. ഫൈൻഡ് ദ ഡെപ്ത് ഓഫ് പെനിട്രേഷൻ അറ്റ് 1 GHz ഫോർ ആൻ അൺനോൺ മെറ്റീരിയൽ വിത്ത് കണ്ടക്ടിവിറ്റി ഈക്വൽ ടു 10⁻⁶ mho per meter ആൻഡ് മ്യൂ ആർ ഈക്വൽ ടു 1. സോ നമുക്കറിയാം ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനാണിത്. സ്കിൻ ഡെപ്ത് ഡെൽറ്റ ഈക്വൽ ടു 1/√πf മ്യൂ സിഗ്മയാണ്. റൈറ്റ്. സോ ദാറ്റ് ഈസ് 1 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് പൈ. എഫ് എന്ന് പറയുന്നത് 1 GHz 10⁻⁹, മ്യൂ എന്ന് പറയുന്നത് മ്യൂ ആർ ഈക്വൽ ടു 1 എന്നാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. സോ 4π ഇൻറ്റു 10⁻⁻7 ഇൻറ്റു 1, അതാണ് മ്യൂ ആയിട്ട് വരുന്നത്. മ്യൂ നോട്ട് മ്യൂ ആർ ആണ്, മ്യൂ ആർ ആണ് 1 ആയിട്ട് മെൻഷൻ ചെയ്തിരിക്കുന്നത്. മ്യൂ നോട്ട് 4π ഇൻറ്റു 10⁻⁻7 ആണ്. സിഗ്മ 10⁻⁶ ആയിട്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ പൈ സ്ക്വയർ ഉണ്ട്. സോ പൈ സ്ക്വയർ നെക്സ്റ്റ് 4 ഉണ്ട്, 4π² ഇൻറ്റു 9 - 7 ഈസ് 2, 2 + 6 8. സോ ഇൻറ്റു 10⁻⁸. സോ ദാറ്റ് ഈസ് 1 ബൈ പൈ സ്ക്വയറിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ പൈ 4ൻ്റെ 2 ആയി 10⁻⁸ 4. സോ ആൻസർ എന്ന് പറയുന്നത്
15.9 മൈക്രോമീറ്റർ എന്ന് വരും. റൈറ്റ്, 15.9 മൈക്രോമീറ്റർ. സോ ഇലക്ട്രോമാഗ്നറ്റിക്സിലെ മറ്റൊരു ട്യൂട്ടോറിയലായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.